അടുത്ത നമുക്ക് സ്കെയിൽ ആൻഡ് പ്രപ്പോർഷൻ അല്ലെങ്കിൽ തോതും അനുപാതവും എന്ന് പറയുന്ന ഭാഗം നോക്കാം. അപ്പൊ ഇവിടെ ഞാനൊരു റെക്റ്റാങ്കിൾ അതായത് ചതുരം വരച്ചിട്ടുണ്ട്. ഈ ചതുരത്തിന്റെ നീളം എന്ന് പറയുന്നത് 2 സെന്റിമീറ്ററും വീതി എന്ന് പറയുന്നത് 1 സെന്റിമീറ്ററുമാണ്. അതായത് നീളവും വീതിയും എന്തായിരിക്കും? ഇവിടെ പ്രപ്പോർഷണലായിരിക്കും അല്ലേ, അതായത് ആനുപാതികമായിട്ടായിരിക്കും. കാരണം എന്താ? നീളം 2 ആണെങ്കിൽ വീതി 1 ആണ്. അതായത് നീളത്തിന്റെ പകുതിയാണ് വീതി, അല്ലെങ്കിൽ വീതിയുടെ ഇരട്ടിയാണ് നീളം. അപ്പൊ ഇതിന്റെ അതായത് ഒന്നാമത്തെ ചതുരത്തിന്റെ നീളവും വീതിയും തമ്മിൽ ആനുപാതികമാണല്ലോ. ഇനി അടുത്തതായിട്ട് ഞാൻ മറ്റൊരു ചതുരം വരച്ചു. അതായത് ഈ നീളത്തിന്റെ ഇരട്ടിയായിരിക്കും ഇവിടുത്തെ നീളം. അതായത് ഒന്നാമത്തെ നീളത്തിന്റെ ഇരട്ടിയായിരിക്കും, അതായത് ഡബിൾ ആയിരിക്കും. ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ എത്ര വരും? 4 സെന്റിമീറ്റർ വരും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വീതി എത്രയായിരിക്കും? ഇവിടുത്തെ വീതി എത്രയാണോ അതിന്റെ ഡബിൾ ആയിരിക്കും. അപ്പൊ ഇവിടെ എത്ര വരും? 2 സെന്റിമീറ്റർ. മനസ്സിലായോ? ഒരു റെക്റ്റാങ്കിളിന്റെ ലെങ്തും ബ്രെഡ്ത്തും നീളവും വീതിയും പ്രപ്പോർഷനിലാണെങ്കിൽ, ആനുപാതികമാണെങ്കിൽ, നമ്മൾ ഇതിന്റെ അളവ് മാറുന്നത് ഏത് തോതിലാണോ, അതായത് 2ന്റെ ഇരട്ടിയാണെങ്കിൽ ഇവിടെയും എന്തായിരിക്കും? 1ന്റെ ഇരട്ടിയായിരിക്കും അല്ലെ. ഇവിടുത്തെ അളവ് ലെങ്തിന്റെ ഇരട്ടിയായിട്ടാണ് മാറുന്നതെങ്കിൽ ഇവിടുത്തെ ബ്രെഡ്ത്തും എന്തായിരിക്കും? അതിന്റെ ഇരട്ടിയായിട്ടായിരിക്കും മാറുന്നത്. ഇനി നമ്മൾ ഒന്നാമത്തെ റെക്റ്റാങ്കിളിന്റെ 3 ഇരട്ടി നീളമുള്ള മറ്റൊരു റെക്റ്റാങ്കിൾ വരയ്ക്കുവാണെങ്കിൽ അതിന്റെ നീളം എത്രയായിരിക്കും? 2 ഗുണം 3 എന്ന് പറയുന്നത് 6 ആയിരിക്കും അല്ലേ. അപ്പൊ അതിന്റെ വീതിയും ഈ പറഞ്ഞ പോലെ തന്നെ 3 ഇരട്ടി തന്നെ ആയിരിക്കും. 1 ഗുണം 3 എന്ന് പറയുന്നത് 3 ആയിരിക്കും. അപ്പൊ ലെങ്ത് എന്ന് പറയുന്നത് 6ഉം ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 3 ആയിരിക്കും. അപ്പൊ മനസ്സിലായോ? ഒരു റെക്റ്റാങ്കിൾ, ഒരു ചതുരത്തിന്റെ നീളവും വീതിയും തമ്മിൽ ആനുപാതികമാണെങ്കിൽ, പ്രപ്പോർഷനിലാണെങ്കിൽ, നമ്മൾ മറ്റൊരു റെക്റ്റാങ്കിൾ വരയ്ക്കുമ്പോൾ ഇതിന്റെ ഏത് തോതിലാണോ ഇവിടെ അളവ് മാറുന്നതെന്ന് വെച്ചാൽ അതേ തോതിൽ തന്നെ ആയിരിക്കും ഇതിന്റെ മറ്റളവും മാറുന്നത്. അപ്പൊ ഇതിന്റെ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്തായിരിക്കും? ഈ 2 റെക്റ്റാങ്കിളിന്റെയും ഒന്നാമത്തെ റെക്റ്റാങ്കിളിന്റെ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്താ? ഇതെന്ന് പറയുന്നത് വീതി 1 സെന്റിമീറ്റർ ആണ്. അതിനനുസരിച്ച് നീളം എത്രയായി? 2 സെന്റിമീറ്റർ ആയി അല്ലെ. അപ്പൊ 1/2 എന്ന് കിട്ടും. അടുത്ത ഇവിടുത്തെ എന്താണ്? വീതി എന്ന് പറഞ്ഞ 2 ആണ്. 2 സെന്റിമീറ്റർ ആയപ്പോൾ നീളം എത്രയായി? 4 ആയി. 2/4 എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യുമ്പോൾ എന്ത് തന്നെ കിട്ടും? 1/2 എന്ന് തന്നെ കിട്ടും. അപ്പൊ ഇങ്ങനെയുള്ള റെക്റ്റാങ്കിൾസിന്റെ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്, ആനുപാതിക സ്ഥിരം എന്തായിരിക്കും? തുല്യമായിരിക്കും. മനസ്സിലായല്ലോ. അടുത്ത് നോക്കിയേ, നമുക്ക് 2 ത്രികോണങ്ങൾ തന്നിട്ടുണ്ട്. ഈ 2 ത്രികോണങ്ങളുടെയും കോണുകളുടെ അളവുകൾ തുല്യമാണ് അല്ലെ. 30, 40, 110 രണ്ടിടത്തും എന്താണ്? ഒരേ അളവുകളുള്ള കോണുകളാണുള്ളത്. അതുപോലെ തന്നെ ഒരു ത്രികോണത്തിന്റെ 3 സൈഡും തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ത്രികോണത്തിന്റെ ഒരു സൈഡും തന്നിട്ടുണ്ട്. നമ്മൾ സിമിലർ ട്രയാങ്കിൾ അല്ലെങ്കിൽ സദൃശ്യ ത്രികോണങ്ങളിനകത്ത് പഠിച്ചിട്ടുണ്ട്. ഒരേ കോണളവുകളുള്ള 2 ട്രയാങ്കിളിന്റെ വശങ്ങൾ എന്തായിരിക്കും? ആനുപാതികമായിരിക്കും. അതായത് സെയിം ആംഗിൾസ് ഉള്ള 2 ട്രയാങ്കിളിന്റെ വശങ്ങൾ പ്രപ്പോർഷനിലായിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ 110 എന്ന് പറയുന്ന 2 ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് സൈഡുകൾ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ 2 സൈഡുകളും എന്തായിരിക്കും? ആനുപാതികമായിരിക്കും. അതായത് 6ന്റെ കൂടെ 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 12 കിട്ടുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ബാക്കി 2 സൈഡുകൾ എത്രയായിരിക്കും? ഇവിടെ 30ക്ക് ഓപ്പോസിറ്റ് 3 ആണല്ലേ. അപ്പൊ ഇവിടെ 30ക്ക് ഓപ്പോസിറ്റ് എത്രയായിരിക്കും? ഈ 3യുടെ കൂടെ 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 3 × 2 എത്രയാണ്? 6 സെന്റിമീറ്റർ. അതുപോലെ തന്നെ ഇവിടെ 40ക്ക് ഓപ്പോസിറ്റ് 4 ആണല്ലേ. അപ്പൊ ഇവിടുത്തെ 40ക്ക് ഓപ്പോസിറ്റ് എന്തായിരിക്കും? 4ന്റെ കൂടെ 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. 4 × 2 എത്രയാണ്? 8. മനസ്സിലായോ? അപ്പം ഒരേ ആംഗിളുകളുള്ള 2 ട്രയാങ്കിൾസ് തന്നാൽ അതിന്റെ വശങ്ങൾ എന്തായിരിക്കും? ആനുപാതികത്തിലായിരിക്കും അല്ലെ. ഏതെങ്കിലും ഒരു സൈഡ് തന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? ബാക്കി 2 സൈഡും ഈ സൈഡ് ഏത് അനുപാതത്തിലാണോ പോകുന്നത് അതേ അനുപാതത്തിൽ തന്നെ നമുക്ക് ബാക്കി 2 സൈഡും കൂടെ എഴുതാൻ പറ്റും. നമുക്ക് പേജ് നമ്പർ 229 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ദ സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ആൻഡ് ദ സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എ ഹെക്സഗൺ? അതായത് ഒരു ത്രികോണത്തിലെ ആംഗിളുകളുടെ, കോണുകളുടെ തുക എത്രയാണ്? അതുപോലെ തന്നെ ഒരു ഹെക്സഗൺ, ഒരു ഷഡ്ഭുജം അല്ലെ, ഷഡ്ഭുജത്തിലെ ആംഗിളുകളുടെ, കോണുകളുടെ തുക എത്രയാണ്? ഇത് രണ്ടുമാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ഒന്നാമത്തെ പാർട്ടി കണ്ടുപിടിക്കേണ്ടത്. സം ഓഫ് ആംഗിൾസ് അഥവാ കോണുകളുടെ തുക കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? n - 2 × 180 എന്നാണ് അല്ലെ.
ഇവിടെ n എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് പോളിഗണാണോ എടുക്കുന്നത്, ഏത് ബഹുഭുജമാണോ എടുക്കുന്നത് അതിന്റെ സൈഡുകളുടെ എണ്ണമാണ്. അപ്പൊ ത്രികോണമാണ് എടുക്കുന്നതെങ്കിൽ എത്ര സൈഡ് ഉണ്ട്? 3 സൈഡ് ഉണ്ട്. അപ്പൊ അവിടുത്തെ n എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഒരു ക്വാഡ്രിലാറ്ററൽ ആണ് എടുക്കുന്നതെങ്കിലോ അതിന് 4 സൈഡ് ഉണ്ട് അല്ലേ, അപ്പൊ അവിടുത്തെ n എന്തായിരിക്കും? 4 ആയിരിക്കും. അതുപോലെ തന്നെ ഷഡ്ഭുജം അതായത് ഹെക്സഗൺ എടുക്കുവാണെങ്കിൽ അവിടുത്തെ സൈഡ് എത്രയാണ്? 6 ആണ്. അപ്പൊ അവിടുത്തെ n എന്താണ്? 6. ഇപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ത്രികോണത്തിലെ കോണുകളുടെ തുക എങ്ങനെ കണ്ടുപിടിക്കാം? n-2 × 180 എന്നാണ് ഇക്വേഷൻ അല്ലേ. ഇവിടുത്തെ n എത്രയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ത്രികോണത്തിന് 3 സൈഡാണ്. അപ്പൊ n എത്രയാണ്? 3. 3 - 2 × 180. 3 - 2 എന്ന് പറഞ്ഞാൽ 1 ആണല്ലേ. 1 × 180 അതായത് ആൻസർ എന്ത് കിട്ടും? 180 ഡിഗ്രി. അതായത് ത്രികോണത്തിലെ കോണുകളുടെ തുക എന്താണ്? 180 ഡിഗ്രി ആയിരിക്കും. അടുത്തതായിട്ട് സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എ ഹെക്സഗൺ അതായത് ഷഡ്ഭുജത്തിലെ കോണുകളുടെ തുക. n-2 × 180 എന്നാണ് ഇക്വേഷൻ. അതായത് n എന്ന് പറഞ്ഞാൽ ഇത് ഷഡ്ഭുജമാണല്ലേ. അതായത് ഹെക്സഗൺ എന്ന് പറയുമ്പോൾ 6 സൈഡാണ്. 6 - 2 × 180. 6 - 2 എന്ന് പറഞ്ഞാൽ 4 ആണല്ലേ. 4 × 180. 4 × 180 എന്ന് പറഞ്ഞാൽ 720 ആണ്. അപ്പൊ 720 ഡിഗ്രി ആയിരിക്കും ഒരു ഷഡ്ഭുജത്തിലെ കോണുകളുടെ തുക. അപ്പൊ ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ തന്നെ രണ്ടാമത്തെ പാർട്ടി ചോദിച്ചിരിക്കുന്നത് ബഹുഭുജങ്ങളുടെ വശങ്ങളുടെ എണ്ണം മാറുന്നതിനനുസരിച്ച് ആനുപാതികമായിട്ടാണോ കോണുകളുടെ തുകയും മാറുന്നത്? നമ്മളോട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ മനസ്സിലായോ? ബഹുഭുജങ്ങളുടെ അതായത് ഇവിടെ ഇപ്പം ട്രയാങ്കിളിന്റെ വശങ്ങളുടെ എണ്ണം എത്രയായിരുന്നു? 3 ആണല്ലേ. അപ്പൊ നമുക്ക് കിട്ടിയ കോണുകളുടെ തുക 180 ആണ്. അതുപോലെ തന്നെ ഷഡ്ഭുജത്തിന്റെ സൈഡുകളുടെ എണ്ണം 6 ആണ്. അതിന്റെ കോണുകളുടെ തുക എത്ര കിട്ടിയത്? 720 ആണല്ലേ. അങ്ങനെ ഏതൊരു ബഹുഭുജം എടുത്താലും അതിന്റെ വശങ്ങളുടെ എണ്ണം മാറുന്നതിന് ആനുപാതികമായിട്ടാണോ കോണുകളുടെ തുകയും മാറുന്നതെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ നോക്കിയേ, നമ്പർ ഓഫ് സൈഡ്സും സം ഓഫ് ആംഗിൾസും അല്ലെങ്കിൽ വശങ്ങളുടെ എണ്ണവും കോണുകളുടെ തുകയും ആനുപാതികമാണോ എന്നാണ് നോക്കേണ്ടത് അല്ലെ. ഒന്നാമത് നമ്മൾ എന്തായിരുന്നു? ത്രികോണമായിരുന്നു പറഞ്ഞല്ലേ. ത്രികോണത്തിന്റെ വശങ്ങളുടെ എണ്ണം 3 ആണ്. അവിടുത്തെ കോണുകളുടെ അളവുകൾ എത്രയാണ്? 180 ഡിഗ്രി ആണല്ലേ. അതുപോലെ തന്നെ ഷഡ്ഭുജത്തിലെ വശങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 6 ആണല്ലേ. അവിടുത്തെ കോണുകളുടെ തുക എത്രയാണ്? 720 ആണ്. അപ്പൊ വശങ്ങളുടെ എണ്ണം എങ്ങനെയാണോ ഏത് അനുപാതത്തിലാണോ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. വശങ്ങളുടെ എണ്ണം 3ൽ നിന്നും 6ലോട്ട് മാറി. അപ്പൊ 3ന്റെ 2 ഇരട്ടിയാണ് 6 അല്ലെ. 3ന്റെ 2 ഇരട്ടിയാണ് 6. അതുപോലെ തന്നെയാണോ കോണുകളുടെ തുക അല്ലെങ്കിൽ സം ഓഫ് ആംഗിൾസ് എന്ന് നോക്കാം. 180ന്റെ 2 ഇരട്ടിയാണോ 720? 180ന്റെ 2 ഇരട്ടിയാണോ 720? 180ന്റെ 2 ഇരട്ടി എന്ന് പറഞ്ഞാൽ 360 ആണല്ലേ. ഇവിടെ നമുക്ക് 720 ആണ് കിട്ടിയത്. അതായത് 180ന്റെ 4 ഇരട്ടിയായിരിക്കും 720. അപ്പം നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറയുന്നത് 2 ഇരട്ടിയായിട്ട് മാറിയപ്പോൾ സം ഓഫ് ആംഗിൾസ് എത്ര ഇരട്ടിയായിട്ട് മാറി? 4 ഇരട്ടിയായിട്ട് മാറി. അപ്പോൾ ഒരേ അനുപാതത്തിലാണെന്ന് പറയാൻ പറ്റുമോ? നമ്പർ ഓഫ് സൈഡ്സ് ഏത് അനുപാതത്തിലാണോ മാറുന്നത് അതേ അനുപാതത്തിലല്ല സം ഓഫ് ആംഗിൾസ് മാറുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ പറയാം? സം ഓഫ് ആംഗിൾസ് ആർ നോട്ട് പ്രപ്പോർഷണൽ ടു നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറയാം അല്ലെ. വശങ്ങളുടെ എണ്ണത്തിന് ആനുപാതികമായിട്ടായിരിക്കത്തില്ല കോണുകളുടെ തുക. അപ്പൊ ലാസ്റ്റ് നമുക്ക് എന്ത് എഴുതാം? സം ഓഫ് ആംഗിൾസ് ആർ നോട്ട് പ്രപ്പോർഷണൽ ടു നമ്പർ ഓഫ് സൈഡ്സ്. അതായത് വശങ്ങളുടെ എണ്ണത്തിന് ആനുപാതികമല്ല കോണുകളുടെ തുക. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ട്രയാങ്കിളിന്റെ ബേസ് 6 സെന്റിമീറ്ററും പാദം 6 സെന്റിമീറ്ററും അതുപോലെ തന്നെ ഹൈറ്റ് ഉയരം എന്ന് പറയുന്നത് 3 സെന്റിമീറ്ററുമാണ്. അതുപോലെ തന്നെ ഈ ബേസിന് പാരലായിട്ട് കുറെ ലൈൻസും വരച്ചിട്ടുണ്ട്. അതായത് പാദത്തിന് സമാന്തരമായിട്ട് കുറച്ച് വരകളും വരച്ചിട്ടുണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അതായത് തെളിയിക്കേണ്ടത് മുകളിലത്തെ മൂല കണ്ടല്ലോ, ഈ മൂലയിൽ നിന്നും താഴേക്ക് വരയ്ക്കുന്ന ഈ അകലം ഉണ്ടല്ലോ, ഈ അകലം ഈ നീളങ്ങൾക്ക് ആനുപാതികമാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നോക്കിയേ, മുകളിലത്തെ മൂലയിൽ നിന്നും താഴേക്ക് വരയ്ക്കുന്ന ഏറ്റവും വലിയ അകലം ഏതാണ്? ഈ മൂലയിൽ നിന്നും ഈ താഴെ വരെ ബേസ് വരെയുള്ള ഈ നീളമാണല്ലേ. അതായത് ഇവിടെ മുതൽ ഇവിടെ വരെ എത്രയാണ്? 3 സെന്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ അവിടുത്തെ നീളം എത്രയാണ്? 6 സെന്റിമീറ്ററുമാണ്. അപ്പൊ 3ന്റെ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഈ അകലവും ഈ നീളവും തമ്മിൽ എന്തായിരിക്കും? 3ന്റെ ഇരട്ടിയാണല്ലേ. 3ന്റെ ഇരട്ടിയാണ് 6. അപ്പൊ അവിടെ നമുക്ക് ഈ അകലം എന്ന് പറയുന്ന 3 ആണെങ്കിൽ അതിന്റെ ഇരട്ടിയായിരിക്കും ഇവിടുത്തെ നീളം. അങ്ങനെയാണെങ്കിൽ ഈ മൂലയിൽ നിന്നും നോക്കിയേ, ഇവിടെ വരെയുള്ള അകലം, ഈ അകലവും ഈ നീളവും തമ്മിൽ എന്തായിരിക്കണം? ഈ അകലത്തിന്റെ ഇരട്ടിയായിരിക്കണം ഈ നീളം. അടുത്തത് ഇവിടെ മുതൽ ഇവിടെ വരെ അല്ലേ, അതിന്റെ ഇരട്ടിയായിരിക്കണം ഈ നീളം. പിന്നെന്താണ്? ഇവിടെ മുതൽ ഇവിടെ വരെ അതിന്റെ ഇരട്ടിയായിരിക്കണം
ഈ നീളം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് ആനുപാതികമാണ് അല്ലെങ്കിൽ പ്രപ്പോർഷണൽ ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ അല്ലെ. അതുപോലെ തന്നെ ആനുപാതിക സ്ഥിരം അല്ലെങ്കിൽ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റും കണ്ടുപിടിക്കണം. അപ്പൊ നമ്മുടെ ഈ ട്രയാങ്കിൾ എ ബി സിയും അതുപോലെ തന്നെ എ പി ക്യൂ കണ്ടോ, ഈ രണ്ട് ട്രയാങ്കിൾ കണ്ടല്ലോ, എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളും എ പി ക്യൂ എന്ന് പറയുന്ന ട്രയാങ്കിളും കണ്ടല്ലോ. ഈ രണ്ട് ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്തായിരിക്കും നോക്കിയേ. എ ബി സിക്കും എ പി ക്യൂവിനും കോമൺ ആയിട്ട് വരുന്ന ആംഗിളാണ് എ അല്ലെ. അതായത് ആംഗിൾ എ രണ്ടിടത്തും എന്താണ്, കോമൺ ആണ്. അതുപോലെ തന്നെ ആംഗിൾ ബിയും ആംഗിൾ പിയും, അതായത് ആംഗിൾ എ ബി സിയും ആംഗിൾ എ പി ക്യൂ, ഈ രണ്ട് ആംഗിൾ കണ്ടോ, ഈ രണ്ട് ആംഗിളും എന്താണ്, ഈക്വൽ ആയിരിക്കും. ഇത് രണ്ടും എന്താണ്, പാരലൽ ലൈൻസ് ആണല്ലേ. ഇനി അടുത്തത് ആംഗിൾ ക്യൂവും, അതായത് എ ക്യൂ പി എന്ന് പറയുന്ന ഈ ആംഗിളും അതുപോലെ തന്നെ എ സി ബി എന്ന് പറയുന്ന ഈ ആംഗിളും എന്തായിരിക്കും, അതും ഈക്വൽ ആയിരിക്കും. അപ്പൊ രണ്ട് ട്രയാങ്കിളിലെയും, ട്രയാങ്കിൾ എ ബി സിയിലെയും ട്രയാങ്കിൾ എ പി ക്യൂവിലെയും മൂന്ന് ആംഗിൾസും എന്താണ്, പരസ്പരം തുല്യമാണ് അല്ലെ. മൂന്ന് ആംഗിൾസും തുല്യമാണ്. അതുകൊണ്ട് എന്ത് പറയാം, ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ട്രയാങ്കിൾ ആണെന്ന് പറയാം. നമ്മൾ സിമിലർ ട്രയാങ്കിളിനകത്ത് ഇതെല്ലാം പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പറയാം. അപ്പൊ നമുക്ക് എഴുതാം, ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ എ പി ക്യൂവും എടുക്കുവാണെങ്കിൽ രണ്ട് ട്രയാങ്കിളിലെയും കോമൺ ആംഗിൾ ആണ്, പൊതു കോണാണ് എ അല്ലെ. അതുപോലെ പിയും ബിയും എന്തായിരിക്കും, കറസ്പോണ്ടിങ് ആംഗിൾസ് ആയിരിക്കും, അതായത് സമാന കോണുകളായിരിക്കും. ക്യൂവും സിയും അതുപോലെ തന്നെ കറസ്പോണ്ടിങ് ആംഗിൾസ് ആയിരിക്കും, സമാന കോണുകളായിരിക്കും. അങ്ങനെയാണെങ്കിൽ മൂന്ന് ആംഗിൾസും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ എ പി ക്യൂവും എന്തായിരിക്കും, സിമിലർ ട്രയാങ്കിൾ ആയിരിക്കും അല്ലെ. ത്രികോണം എ ബി സിയിലെ മൂന്ന് കോണുകളും ത്രികോണം എ പി ക്യൂവിലെ മൂന്ന് കോണുകളും തുല്യമാണ്. അതുകൊണ്ട് ത്രികോണങ്ങൾ സദൃശ്യങ്ങളാണെന്ന് പറയാം. അപ്പൊ അതുപോലെ നമ്മൾ സിമിലർ ട്രയാങ്കിൾ പഠിച്ചിട്ടുണ്ട്. രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ അതിന്റെ സൈഡ്സും ഹൈറ്റും ഒക്കെ സ്കെയിൽഡ് ബൈ സെയിം ഫാക്ടർ ആയിരിക്കും അല്ലെ. അതായത് ഒന്നാമത്തെ ട്രയാങ്കിളിന്റെ സൈഡുകളും ഹൈറ്റും രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ സൈഡുകളുമായും ഹൈറ്റുമായിട്ടും ഒരേ തോതിലായിരിക്കും മാറുന്നത്, അതായത് സെയിം റേഷ്യോയിലായിരിക്കും. അപ്പൊ നമ്മൾ അതും എഴുതിയിട്ടുണ്ട്. അതായത് സിമിലർ ട്രയാങ്കിളിൽ ഹൈറ്റ്സും സൈഡ്സും സ്കെയിൽഡ് ബൈ സെയിം ഫാക്ടർ ആയിരിക്കും. അതായത് സദൃശ്യ ത്രികോണങ്ങളുടെ ഉയരവും വശങ്ങളും ഒരേ തോതിലായിരിക്കും മാറുന്നത്. ഇവിടെ ഏതൊക്കെയാണ് സദൃശ്യ ത്രികോണങ്ങൾ? ഒന്ന് എ പി ക്യൂ ആണല്ലേ. രണ്ടാമത്തെ എന്താണ്, വലിയ ത്രികോണം എ ബി സിയുമാണ്, അതായത് എ ബി സിയും എ പി ക്യൂവും. എ പി ക്യൂ എന്ന് പറയുന്ന ഈ ചെറിയ ത്രികോണം ഉണ്ടല്ലോ, അതിന്റെ വശങ്ങളും അതിന്റെ ഹൈറ്റും. അതുപോലെ തന്നെ എ ബി സി എന്ന് പറയുന്ന വലിയ ത്രികോണവും അതിന്റെ ഹൈറ്റും. ഈ അളവുകളെല്ലാം എന്തായിരിക്കും, ഒരേ തോതിലായിരിക്കും മാറുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടുത്തെ എ ബി സി എന്ന് പറയുന്ന വലിയ ത്രികോണത്തിന്റെ ബേസ് 6 സെന്റിമീറ്റർ ആണല്ലേ. അതുപോലെ തന്നെ ഹൈറ്റ് എത്രയാണ്, ഇത് തന്നെ ആയിരിക്കുമല്ലോ, അതായത് 3 സെന്റിമീറ്ററുമാണ്. ഇനി ചെറിയ ത്രികോണത്തിന്റെ ബേസ് നമുക്കറിയാമോ? അറിയത്തില്ല. എത്ര ആയിട്ട് എടുക്കാം നമുക്ക്? y സെന്റിമീറ്റർ ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ അതിന്റെ എച്ച് അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറയുന്നത് x സെന്റിമീറ്റർ ആയിട്ടും എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഹൈറ്റും സൈഡുകളും എന്തായിരിക്കും, സ്കെയിൽഡ് ബൈ സെയിം ഫാക്ടർ ആയിരിക്കും അല്ലെ, ഒരേ തോതിലായിരിക്കും മാറുന്നത്. അപ്പൊ നമ്മൾക്ക് അതിനെ എങ്ങനെ എഴുതാം? അപ്പൊ ഇവിടുത്തെ ചെറിയ ത്രികോണത്തിന്റെ ബേസ് നമ്മൾ y ആയിട്ടാണ് എടുത്തേക്കുന്നത് അല്ലെ. അപ്പൊ y ബൈ സിമിലർ ട്രയാങ്കിൾ ആയതുകൊണ്ട് അതിന്റെ സൈഡ്സുകളും വശങ്ങളും ഒക്കെ സ്കെയിൽഡ് ബൈ സെയിം ഫാക്ടർ, ഒരേ ഫാക്ടർ കൊണ്ടായിരിക്കും മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരേ തോതിലായിരിക്കും അത് മാറുന്നത്, അല്ലെങ്കിൽ എന്താണ്, ഒരേ അംശബന്ധമായിരിക്കും. നമുക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം അല്ലെ. അപ്പൊ y ബൈ yക്ക് ആനുപാതികമായിട്ട് മാറുന്ന സൈഡ് ഏതാണ്, വലിയ ത്രികോണത്തിന്റെ ബേസ് ആയിരിക്കും അല്ലെ. അത് എത്രയാണ്, 6 സെന്റിമീറ്റർ ആയിരിക്കും. 6 ഈക്വൽ ടു, ഇനി നമ്മൾ ഹൈറ്റ് ആണ് എടുക്കുന്നത്, കാരണം നമുക്ക് ഇവിടെ ഹൈറ്റ് ആണ് വേണ്ടത്. അപ്പൊ ചെറിയ ത്രികോണത്തിന്റെ ഹൈറ്റ് എത്രയായിരുന്നു, നമ്മൾ x ആയിട്ടാണ് എടുത്തേക്കുന്നത്. x ബൈ വലിയ ത്രികോണത്തിന്റെ ഹൈറ്റ് നമുക്കറിയാം 3 ആണ് അല്ലെ, 3 സെന്റിമീറ്റർ ആണ്. ഇനി നമുക്ക് ഇതിനെ ക്രോസിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 3 ഇൻറ്റു y ഈക്വൽ ടു 6 ഇൻറ്റു എക്സ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് വൈയുടെ വാല്യൂ ഇവിടുന്ന് എങ്ങനെ കിട്ടും? ദാറ്റ് ഇംപ്ലൈസ് y ഈക്വൽ ടു 3 അങ്ങ് അപ്പുറത്ത് കൊടുക്കാമല്ലോ. അതായത് 6x, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ 3യും yയും, അത് അപ്പുറത്ത് വരുമ്പോൾ എന്തായിട്ട് മാറും, ഡിവിഷൻ ആയിട്ട് മാറും. അതായത് ഈ 3യും 6 കൂടെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 എന്ന് കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, y എന്ന് പറയുന്നത് 2 ഇൻറ്റു എക്സ് എന്ന് കിട്ടി. എക്സ് എന്തുവാണെന്ന് അറിയാമല്ലോ, എക്സ് എന്ന് പറയുന്നത് ഇത്രയും ഹൈറ്റ് ആണ് അല്ലെ. ചെറിയ ട്രയാങ്കിളിന്റെ ഈ ഹൈറ്റിന്റെ ഡബിൾ ആയിരിക്കും ആ ചെറിയ ട്രയാങ്കിളിന്റെ ബേസ് എന്ന് പറയുന്നത്. നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനകത്ത് എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു, വലിയ ട്രയാങ്കിളിന്റെ ഹൈറ്റിന്റെ ഇരട്ടിയാണ് വലിയ ട്രയാങ്കിളിന്റെ ബേസ് എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു അല്ലെ. അതായത് ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ 6 ആണ്.
3ന്റെ ഇരട്ടിയാണല്ലോ 6. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച എന്താണ്? ഈ ചെറിയ ട്രയാങ്കിളിന്റെ ഹൈറ്റിന്റെ ഇരട്ടിയാണ് ഈ ചെറിയ ട്രയാങ്കിളിന്റെ ബേസ് അല്ലേ? അപ്പൊ നമുക്ക് y = 2x എന്ന് കിട്ടിയല്ലോ. അതിന്റെ അർത്ഥം എന്താണ്? ലെങ്ത് ഓഫ് ലൈൻ പ്രപ്പോർഷണൽ ടു ഹൈറ്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പൊ നമുക്ക് എന്തെഴുതാം? ലെങ്ത് ഓഫ് ലൈൻ ചേഞ്ചസ് പ്രപ്പോർഷണലി വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് ഫ്രം ദ ടോപ്പ്. അതായത് വരകളുടെ നീളം മുകളിലത്തെ മൂലയിൽ നിന്നുള്ള അകലങ്ങൾക്ക് ആനുപാതികമായിരിക്കും. അപ്പൊ വരകളുടെ നീളം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? മുകളിലത്തെ മൂലകളിൽ നിന്ന് വരുന്ന അകലങ്ങൾ എത്രയാണോ, ഡിസ്റ്റൻസ് എത്രയാണോ, അതിന്റെ ഇരട്ടിയായിരിക്കും. അപ്പൊ ഇനി നമുക്ക് പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ആനുപാതിക സ്ഥിരം കണ്ടുപിടിക്കണം. അത് എത്രയായിരിക്കും? പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ആനുപാതിക സ്ഥിരം k = y/x ആണല്ലേ. ഇവിടുത്തെ y എന്താണ്? അപ്പൊ ഇവിടെ നമുക്ക് 6 എന്ന് എടുക്കാമല്ലോ. 6/y3 ആണല്ലേ. അതായത് 6/3 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആയിരിക്കും. അല്ലെ തന്നെ നമുക്ക് y = 2x എന്ന് കിട്ടി. ഇവിടുത്തെ കോൺസ്റ്റന്റ് എന്തായിരിക്കും? അപ്പം 2 ആയിരിക്കും. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ചിത്രത്തിൽ നമുക്ക് ഒരു സെമി സർക്കിൾ തന്നിട്ടുണ്ട് അല്ലേ. ചിത്രത്തിൽ നമുക്കൊരു സെമി സർക്കിൾ തന്നിട്ടുണ്ട്, അതായത് ഒരു അർദ്ധവൃത്തം തന്നിട്ടുണ്ട്. ഈ അർദ്ധവൃത്തത്തിന്റെ ഡയമീറ്റർ 10 സെന്റിമീറ്റർ ആണെന്നും തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സെമി സർക്കിളിന്റെ ഡയമീറ്ററിന് പാരലായിട്ട് വ്യാസത്തിന് സമാന്തരമായിട്ട് കുറെ ലൈൻസും വരച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പടത്തിൽ എന്താ തന്നേക്കുന്നത്? ഈ സെമി സർക്കിളിന്റെ ഈ വ്യാസത്തിന് പാരലായിട്ട് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ആ ലൈനിൽ നിന്നും ഈ വൃത്തത്തിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് 1 സെന്റിമീറ്ററുമാണ്. അതുപോലെ തന്നെ വേറൊരു പടവും കൂടെ തന്നിട്ടുണ്ട്. ഈ അർദ്ധവൃത്തത്തിന്റെ വ്യാസത്തിന് പാരലായിട്ട് വരച്ചിരിക്കുന്ന ഈ ലൈനും ഈ വൃത്തത്തിലേക്കുള്ള ഈ ദൂരവും എത്രയാണ്? 2 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഈ 2 ലൈൻസും കണ്ടോ? വ്യാസത്തിന് പാരലായിട്ട് വരച്ചിരിക്കുന്ന ഈ 2 ലൈൻസും കണ്ടല്ലോ. ഈ 2 ലൈൻസിന്റെയും നീളങ്ങൾ നമുക്ക് കണ്ടുപിടിക്കണം. അതാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത്. അതിനായിട്ട് നമുക്ക് ആദ്യം ഈ അർദ്ധവൃത്തത്തിന്റെ ഡയമീറ്റർ വ്യാസം എത്രയാണെന്ന് അറിയാം അല്ലേ. വ്യാസം എത്രയാണ്? 10 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ റേഡിയസ് അല്ലെങ്കിൽ ആരം എത്രയായിരിക്കും? 5 സെന്റിമീറ്റർ ആയിരിക്കുമല്ലോ. ഈ സർക്കിളിന്റെ സെന്ററിൽ നിന്നും ഈ വൃത്തത്തിലെ ഏതൊരു പോയിന്റിലേക്ക് വരച്ചാലും അതെല്ലാം റേഡിയസ് തന്നെയായിരിക്കും അല്ലേ. അപ്പൊ ഞാൻ നാണ്ടെ ഇങ്ങനൊരു ലൈൻ വരച്ചു. അതുപോലെ തന്നെ ഈ സെന്ററിൽ നിന്നും ദാ ഇവിടേക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് നേരെ ഒരു ലൈനും വരച്ചു. അതായത് ഇവിടെ എത്ര ആയിരിക്കും? ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്, ഒരു മട്ട ത്രികോണമാണ്. അപ്പൊ ഇതിന് പേര് കൊടുക്കാം നമുക്ക്. ABCD. ഈ പോയിന്റ് നമുക്ക് E എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ ഈ പോയിന്റ് നമുക്ക് P എന്നും കൊടുക്കാം. അപ്പൊ നമുക്ക് റൈറ്റ് ട്രയാങ്കിൾ CEP എടുത്തു കഴിഞ്ഞാൽ PC എത്രയായിരിക്കും? PC എന്ന് പറഞ്ഞ റേഡിയസ് ആണല്ലേ, അത് 5 സെന്റിമീറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ PE എത്രയായിരിക്കും? മൊത്തം P മുതൽ ഇവിടെ വരെ എത്രയാണ്? 5 സെന്റിമീറ്റർ ആണല്ലേ. അതായത് റേഡിയസ് ആണ്, അത് 5 സെന്റിമീറ്റർ ആണ്. അതിൽ ഇത്രയും ഭാഗം 1 സെന്റിമീറ്റർ, 1 സെന്റിമീറ്റർ ആണെങ്കിൽ ബാക്കി PE എത്രയായിരിക്കും? 4 സെന്റിമീറ്റർ ആയിരിക്കും അല്ലെ. മൊത്തം 5 ആണ്, അതിൽ കുറച്ച് ഭാഗം 1 സെന്റിമീറ്ററും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കി ഭാഗം 4 ആയിരിക്കും. അപ്പൊ ഈ റൈറ്റ് ട്രയാങ്കിൾ, ഈ മട്ടത്രികോണം PECയിലെ EC കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ. EC എന്ന് പറയുന്നത് എന്താണ്? ഒന്നെങ്കിൽ നമുക്ക് ബേസ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് ആയിട്ട് എടുക്കാം. എങ്ങനെയാണെങ്കിലും ഇൻ ട്രയാങ്കിൾ PEC EC സ്ക്വയർ എന്ന് പറയുന്നത് പൈതഗോറസ് തിയറം അനുസരിച്ച് എന്താണ്? ഹൈപ്പോട്ടിന്യൂസിന്റെ സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ, അല്ലെങ്കിൽ ഹൈപ്പോട്ടിന്യൂസിന്റെ സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണല്ലേ. അപ്പൊ നമുക്ക് ഹൈപ്പോട്ടിന്യൂസിന്റെ സ്ക്വയർ എന്നൊന്നും എഴുതണ്ട. PC സ്ക്വയർ മൈനസ് PE സ്ക്വയർ ആണ്. PC നമുക്കറിയാം, PC എത്രയാണ്? 5 ആണല്ലേ. 5ന്റെ സ്ക്വയർ മൈനസ് PEയും അറിയാം, 4ന്റെ സ്ക്വയർ. 5ന്റെ സ്ക്വയർ എത്രയാണ്? 25 ആണല്ലേ. 4ന്റെ സ്ക്വയർ 16. 25 16 പോകെ 9 ആണ്. അതായത് EC സ്ക്വയർ ആണ് 9. അപ്പൊ EC എന്തായിരിക്കും? √9 ആയിരിക്കും. അതായത് 3 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ ഇവിടെ നോക്കിയേ, EC എന്ന് പറയുന്ന ഇത്രയും ഭാഗം നമുക്ക് 3 സെന്റിമീറ്റർ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ മൊത്തം DC എത്ര ആയിരിക്കും? അല്ലെങ്കിൽ CD എത്രയായിരിക്കും? ഇവിടെ മുതൽ ഇവിടെ വരെ 3 ആണെങ്കിൽ ഇവിടെ മുതൽ ബാക്കി എത്ര ആയിരിക്കും? ഇത് 3 ആയിരിക്കും അല്ലെ. അപ്പൊ ടോട്ടൽ എത്രയാണ്? 3 + 3 6 ആയിരിക്കും. കാരണം നമുക്കറിയാം. എന്താണ് കാരണം? സർക്കിളിന്റെ അല്ലെങ്കിൽ സെമി സർക്കിളിന്റെ സെന്ററിൽ നിന്നും പെർപെൻഡിക്കുലർ ആയിട്ട് ഇതൊരു കോഡാണല്ലേ. കോഡിലോട്ട് ഒരു ലൈൻ വരച്ചാൽ ആ കോഡിനെ ബൈസെക്ട് ചെയ്യും അല്ലെ, അതായത് സമഭാഗം ചെയ്യും.
അപ്പൊ ഇവിടെ 3 ആണെങ്കിൽ ഇവിടെയും എന്തായിരിക്കും 3 ആയിരിക്കും. അപ്പൊ നമുക്ക് സി ഡി എന്ന് പറയുന്നത്, സി ഡി എന്താണ്, അവിടുത്തെ പാരലൽ ലൈൻ ആണല്ലേ. സി ഡി എന്ന് പറയുന്നത് എത്ര കിട്ടി, 6 സെന്റിമീറ്റർ എന്ന് കിട്ടി. അപ്പൊ ലെങ്ത് ഓഫ് പാരലൽ ലൈൻ, അതായത് സമാന്തര വരയുടെ നീളം എന്ന് പറയുന്ന സി ഡി എത്രയാണ്, 6 സെന്റിമീറ്റർ ആയിരിക്കും. ഇതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ പടത്തിന്റെയും ഈ പാരലൽ ലൈനിന്റെ നീളം കണ്ടുപിടിക്കണം. അതിനായിട്ട് നമുക്ക് സെയിം സർക്കിൾ തന്നെയാണ്, അതായത് റേഡിയസ് 5 സെന്റിമീറ്റർ തന്നെയാണ് അല്ലേ. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് ഒരു ലൈൻ വരച്ചാൽ ഇതെന്താണ്, റേഡിയസ് ആണ്, അത് 5 സെന്റിമീറ്റർ തന്നെയാണ്. അതുപോലെ തന്നെ നേരെ നമുക്ക് പെർപെൻഡിക്കുലർ ആയിട്ടൊരു ലൈൻ വരയ്ക്കാം അല്ലേ. മൊത്തം ഇവിടെ മുതൽ ഇവിടെ വരെ എത്രയാണ്, 5 സെന്റിമീറ്റർ ആണ്. ഇത്രയും ഭാഗം 2 ആണെങ്കിൽ ഇവിടെ മുതൽ ഇവിടെ വരെ എത്രയായിരിക്കും, 3 സെന്റിമീറ്റർ ആയിരിക്കും അല്ലേ. ഇനി നമുക്ക് പേര് കൊടുക്കാം. അപ്പൊ നമുക്കിവിടെ ഈ പാരലൽ ലൈനിന്റെ ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ എന്തിന്റെ ലെങ്ത് കണ്ടുപിടിച്ചാൽ മതി, ടി ആറിന്റെ ലെങ്ത് കണ്ടുപിടിച്ചാൽ മതി അല്ലേ. ടി ആറിന്റെ നീളം കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഇരട്ടിയായിരിക്കും എസ് ആർ അല്ലെങ്കിൽ ആർ എസ് എന്ന് പറയുന്നത്. ടി ആർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ മതിയല്ലോ. ഇൻ ട്രയാങ്കിൾ ആർ ടി യു, ഇൻ ട്രയാങ്കിൾ ആർ ടി യു ഏതാ കണ്ടുപിടിക്കേണ്ടത്, ടി ആർ ആണല്ലേ, അല്ലെങ്കിൽ ആർ ടി സ്ക്വയർ എന്ന് പറയുന്നത് ആർ യു സ്ക്വയർ, ആർ യു ആണല്ലോ ഇവിടുത്തെ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ ആർ യുവിന്റെ സ്ക്വയർ മൈനസ് യു ടിയുടെ സ്ക്വയർ, യു ടി സ്ക്വയർ. അതായത് ആർ യു നമുക്കറിയാം എന്താണ്, 5 ആണല്ലേ, 5ന്റെ സ്ക്വയർ മൈനസ് യു ടി എത്രയാണ്, 3 ആണ്, 3ന്റെ സ്ക്വയർ. 5ന്റെ സ്ക്വയർ 25 ആണ്, 3ന്റെ സ്ക്വയർ എത്രയാണ്, 9 ആണല്ലേ. 25 മൈനസ് 9 എന്ന് പറയുന്നത് 16 ആണ്. അതായത് ആർ ടി സ്ക്വയർ ആണ് 16. അപ്പൊ ആർ ടി എത്ര ആയിരിക്കും, റൂട്ട് 16. റൂട്ട് 16 എന്ന് പറയുമ്പോൾ 4 ആണ്. 16ന്റെ റൂട്ട് 4 സെന്റിമീറ്റർ. അപ്പം ഇവിടുത്തെ ടി ആർ എന്ന് പറയുന്നത് നമുക്ക് 4 സെന്റിമീറ്റർ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എസ് ടി എന്തായിരിക്കും, 4 ആയിരിക്കും അല്ലേ. അപ്പൊ നമ്മുടെ ഈ പാരലൽ ലൈനിന്റെ നീളം എന്ന് പറയുന്നത് 4 + 4 8 എന്ന് കിട്ടും. അപ്പൊ ലെങ്ത് ഓഫ് പാരലൽ ലൈൻ ആർ എസ് അല്ലെങ്കിൽ സമാന്തര വരയുടെ നീളം എത്രയാണ്, 8 സെന്റിമീറ്റർ ആണല്ലേ. അപ്പൊ അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഈ വരകളുടെ നീളങ്ങളും അതുപോലെ തന്നെ ഈ മുകളിൽ നിന്നും താഴേക്ക് വരയ്ക്കുന്ന ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അകലം, ഈ അകലവും ആനുപാതികമാണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് പ്രപ്പോർഷനിലാണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഈ വരകളുടെ നീളം ഏത് തോതിലാണോ വർദ്ധിക്കുന്നത് അതേ തോതിലാണോ ഈ ഡിസ്റ്റൻസ് അകലവും വർദ്ധിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നോക്കിയേ, ഒന്നാമത്തെ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അതായത് ഇവിടെ നിന്നും ഈ പാരലൽ ലൈനിലോട്ടുള്ള ഈ ഡിസ്റ്റൻസ് 1 സെന്റിമീറ്റർ ആണ് അല്ലേ, 1 സെന്റിമീറ്റർ ആണ്. അപ്പൊ കിട്ടിയ ആ പാരലൽ ലൈനിന്റെ ലെങ്ത് എത്രയാണ്, നീളം എത്രയാണ്, 6 ആണ്, 6 സെന്റിമീറ്ററുമാണ്. അടുത്ത് നോക്കിയേ, ഈ പോയിന്റിൽ നിന്നും ഈ പാരലൽ ലൈനിലോട്ടുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്, 2 ആണ്. അന്നേരം കിട്ടിയ ഈ പാരലൽ ലൈനിന്റെ നീളം എന്ന് പറയുന്നത് 8 ആണ് അല്ലേ. അതായത് ഡിസ്റ്റൻസ് ആദ്യം 1 ആയിരുന്നു, പിന്നീട് 2 ആയി. അങ്ങനെ പറയുമ്പോൾ എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ആദ്യം 1 ആയിരുന്നു, അതിന്റെ ഇരട്ടിയായി രണ്ടാമത്തെ ഡിസ്റ്റൻസ്. ലെങ്തോ, ലെങ്ത് എന്ന് പറയുന്നത് 6ന്റെ ഇരട്ടിയാണോ 8? അല്ല, 6ന്റെ ഇരട്ടി ശരിക്കും എത്രയായിരുന്നു, 12 ആയിരുന്നു വരേണ്ടത്. അപ്പൊ ഇവിടെ 12 ആയിരുന്നു വരേണ്ടത്, പക്ഷെ നമുക്ക് 12 കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എന്ത് പറയാം, ഇത് ഒരേ അനുപാതത്തിലല്ലെന്ന് പറയാം അല്ലേ. അപ്പൊ ഈ അർദ്ധവൃത്തത്തിന്റെ മുകളിൽ നിന്നുള്ള അകലങ്ങൾക്ക് ആനുപാതികമല്ല ഈ വരകളുടെ നീളം എന്ന് നമുക്ക് പറയാം. അപ്പൊ നമുക്ക് ലാസ്റ്റ് എന്ത് എഴുതാം, ദ ലെങ്ത് ഓഫ് പാരലൽ ലൈൻസ് ആർ നോട്ട് പ്രപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ സെമി സർക്കിൾ. അതായത് വരകളുടെ നീളം അർദ്ധവൃത്തത്തിന്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള അകലങ്ങൾക്ക് ആനുപാതികമല്ല.